എല്ലാവർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ വൈജ രോഹിത്തിനോടായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീയും ഹരിശങ്കറും കൂടി ഈ മുറിയിലേക്ക് അലീനയെ വിളിച്ച് കയറ്റിയിരുന്നോ എന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് എന്താണ് മറുപടി പറയേണ്ടതെന്നറിയാതെ പതറി നിൽക്കുന്ന രോഹിത്, അമ്മേ, ഹരി ഇവിടെ വന്നിരുന്നു. വിശദീകരണമല്ല ഞാൻ ചോദിച്ചത്. എൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ വൈജ വീണ്ടും ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ അവളോടങ്ങനെ ചെയ്തോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഇപ്പോൾ രോഹിത് അമ്മ അങ്ങനെ ഒറ്റ വാക്കില് പ്രത്യേകിച്ചൊരു ഉത്തരവും പറയാൻ കഴിയാതെ മടിച്ചു നിൽക്കുന്ന രോഹിതിന്റെ കർണത്തേക്ക് അടിക്കുകയാണ് വൈജ. ഒരുപാട് വട്ടം രോഹിതിനെ തല്ലിയ ശേഷം എൻ്റെ മകൻ ഇങ്ങനായി പോയല്ലോ ഈശ്വര എന്ന് നിലവിളിച്ച് കരയുകയാണ് വൈജ. ഇനി എനിക്ക് ചത്താൽ മതിയെന്ന് വൈജ രോഹിതിനോടായി പറയുന്നു. ഇതൊക്കെ കണ്ടിട്ടും പ്രത്യേകിച്ച് ഒരു മറുപടിയും പറയാൻ കഴിയാതെ നിൽക്കുകയാണ് രോഹിത്. ഡൈനിങ് ഹാളിൽ വന്നിരുന്ന ശേഷം വൈജയന്തി അലീനയെ വിളിക്കുന്നു. അങ്ങോട്ടേക്ക് വരുന്ന അലീന കാര്യം എന്താണെന്ന് തിരക്കുന്നു. അവളോടായി വൈജ, നീ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം, അതും തനിയെ. ചിലപ്പോൾ മനു ന്യായം പറഞ്ഞെന്ന് വരും. എനിക്ക് അവരോടൊക്കെ മത്സരിച്ച് അവരെ തോൽപ്പിക്കാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് നീ തോറ്റു തരണമെന്ന് അലീനയോട് പറയുന്നു. വീട്ടിൽ വന്ന അന്ന് മുതൽ ഞാനൊരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അതിന് ഇതുവരെ മാഡം മറുപടി തന്നിട്ടില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടാ എന്നെ പറഞ്ഞു വിടുന്നതെന്ന് അലീന. ഇതിനുള്ള മറുപടി ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. എന്നോടുകൂടി ആലോചിക്കാതെ എൻ്റെ ഇഷ്ടം പരിഗണിക്കാതെയാണ് നിന്നെ ഈ വീട്ടിലോട്ട് കെട്ടിയെടുത്തത്. ഈ വീട്ടില് എൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഒരു കാര്യവും നടന്നിട്ടില്ല. നീ വരുന്നതുവരെ, നീ നിന്റെ കഴക്കൂട്ടത്തിന് പുറപ്പെടുന്നതിന് മുൻപേ, നിന്നെ കാണുന്നതിന് മുൻപേ വേണ്ടാന്ന് പറഞ്ഞതാ ഞാൻ. ഇത് കേൾക്കുന്ന അലീന, എന്തിനും ഒരു യുക്തി വേണ്ടേ മാഡം? ഒരു സാമാന്യ നീതിയില്ലേ? ഞാൻ ആരെയെങ്കിലും ദ്രോഹിച്ചോ? പറഞ്ഞ ജോലി ചെയ്യാതിരുന്നോ? എന്തെങ്കിലും മോഷ്ടിച്ചോ? ആരെയെങ്കിലും കുറ്റം പറഞ്ഞോ? ഒന്നുമില്ലല്ലോ. ഇത് കേൾക്കുന്ന വൈജ മറുപടിയായി, നീ വന്നതിന് ശേഷമാണ് ഈ കുടുംബം കലങ്ങിയത്. ഇതിനു മുമ്പ് പല വേലക്കാരികളും ഇവിടെ ജോലിക്ക് ചെയ്യുന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇത് കേൾക്കുന്ന അലീന, ഞാൻ പ്രശ്നക്കാരി ആയതുകൊണ്ടാണോ ഇവിടെ പ്രശ്നമുണ്ടാകുന്നത്? കല്യാണം കഴിക്കാത്ത ആമ്പിള്ളാരുള്ള വീട്ടില് നിന്നെ നിർത്താൻ കൊള്ളത്തില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. നീ അത് മറന്നുപോയോ എന്ന് അലീനയോട് ചോദിക്കുമ്പോൾ, എന്തുകൊണ്ട് കൊള്ളത്തില്ല? ഞാനാണോ കൊള്ളത്തില്ലാത്തത്? അതോ മാഡത്തിന്റെ മകനാണോ? ഞാനാണോ അതോ മാഡത്തിന്റെ ആങ്ങളയുടെ മകനാണോ കൊള്ളത്തില്ലാത്തത്? പെൺകുട്ടികളോട് റെസ്പെക്റ്റോടുകൂടി പെരുമാറാൻ സ്വന്തം അമ്മ പഠിപ്പിക്കണമായിരുന്നു മാഡം മകന്. പെൺകുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നു ആങ്ങളയുടെ മകനോടും. ഇത്രയും കേട്ടിട്ട് വൈജ, നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. ഞാൻ ഈ വീട്ടിൽ വന്ന ദിവസം മാഡം എന്നെ കോമാളി വേഷം കെട്ടിച്ച് നാണം കെടുത്തിയത് ഓർമ്മയുണ്ടോ? അത് കണ്ടിട്ട് എന്ത് മെസ്സേജാണ് മാഡത്തിന് മക്കൾക്ക് കിട്ടിയത്? മറ്റുള്ളവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും ആദ്യം പഠിക്കണം മാഡം. ഇത് കേട്ട് നിന്ന വൈജ, നിനക്ക് പോകാൻ മനസ്സില്ലെങ്കിൽ അത് പറ. അങ്ങനെയെങ്കിൽ ഞാൻ വേറെ വഴി നോക്കിക്കോളാം. ഞാൻ പോകാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നതെന്ന് അലീന. എനിക്ക് ഈ വീട് മതിയായി കൊള്ളാമെന്ന് വൈജയോട്. പക്ഷേ എനിക്ക് ഒരാഴ്ച കൂടി സമയം വേണം. മാഡത്തിന്റെ മകനും ആങ്ങളുടെ മകനും കൂടി തന്ന ഈ മുറി ഉണങ്ങാനുള്ള സമയം. വേറൊരിടത്ത് ചെന്നാലും എനിക്ക് ജോലി ചെയ്യാൻ പറ്റണമല്ലോ. അലീന വൈജയോടായി തുടരുകയാണ്. ചെയ്യാത്ത തെറ്റിന് മറ്റുള്ളവരെ ശിക്ഷിക്കുമ്പോൾ ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. കഴിഞ്ഞ കാലത്ത് അവനവൻ എത്രമാത്രം പെർഫെക്റ്റ് ആയിരുന്നുവെന്ന് അറിയാൻ. ഈ സമയം രോഹിത് തന്റെ ഫോൺ എടുത്ത് ഹരിശങ്കറിനെ വിളിക്കുകയാണ്. ഫോൺ എടുത്ത ഉടൻ തന്നെ ഹരിയോടായി, ഇപ്പോൾ നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏതോ ഒരു പെൺകുട്ടിയുടെ പേര് ഹരി പറയുന്നു. ഇത് കേൾക്കുന്ന രോഹിത്, ശരണ്യോ? അവളെങ്ങനെ ഈ രാത്രിയിൽ നിന്റെ അടുത്ത്? മറുപടിയായി ഹരി, ഞങ്ങളൊരു ടൂറ് വന്നതാണ് അഗമൺ. എന്നിട്ട് തിരിച്ചു പോയില്ലേ എന്ന് ചോദിക്കും. തിരിച്ചു പോകണം, നേരം എടുക്കുന്നതിന് മുമ്പ് ചെന്നാൽ മതി. എവിടെയാ നീ ഇപ്പോൾ നിൽക്കുന്നതെന്ന് രോഹിത് ചോദിക്കുന്നു. ഒരു റിസോർട്ടിലാണെന്നാണ് ഹരിയുടെ മറുപടി. അവിടെ ചെന്ന് നിങ്ങൾ റൂം എടുത്തോ എന്ന് ചോദിക്കുന്നു. മറുപടിയായി, റൂം എടുക്കാതെ കാര്യങ്ങൾ നടക്കില്ലല്ലോ എന്ന് ഹരി. ഈ സമയം രോഹിത് ഹരിയോട്, എടാ, ശരണിക്ക് വീട്ടിൽ പോണ്ടേ? അവളെ വീട്ടുകാരന്വേഷിക്കില്ലേ? അവളെ വീട്ടിലാക്കിയിട്ടെ. വീട്ടുകാരെല്ലാരും കൂടി ഒരു കല്യാണത്തിന് പോയതാ. നാളെയാണ് കല്യാണം. അവളെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് അവർ പോയോ? ഒരു പ്രായം ചെന്ന തള്ളയുണ്ട്. അതിനൊരു ഗുളിക കലക്കി കൊടുത്തു. നാളെ ഒരു 10 മണി വരെ ഉറങ്ങിക്കോളും. ശരണ്യെ ഞാൻ വെളുപ്പിനെ 5 മണിക്ക് എത്തിക്കും. ഇപ്പൊ ശരണ്യ എവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ബാൽക്കണിയിൽ ഒരു കുന്നിന്റെ പുറത്താണ് റിസോർട്ട്. ഞാൻ കേട്ടിട്ട് രോഹിത് ഹരിയോടായി, നിന്റെ ഒരു തലവര. എനിക്ക് കിട്ടുന്നത് തല്ലും വഴക്കും. നീ അവിടെ ഇങ്ങനെ സൂഹിക്കുമ്പോൾ ഞാനിവിടെ ഭയങ്കര ടെൻഷനിലാണെന്ന് രോഹിത് പറയുന്നു. അപ്പോൾ എന്താണ് ടെൻഷന്റെ കാരണമെന്ന് ഹരി തിരിക്കുന്നു. അവൾ അമ്മയോട് പറഞ്ഞു, നമ്മൾ അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച കാര്യം വൈജാന്തി അറിഞ്ഞു എന്ന് ഞെട്ടലോടെ ഹരി. അവൾ അങ്ങനെ വെറുതെ ഒന്നും ചെന്ന് പറയത്തില്ല രോഹി. നീ അവളെ പ്രൊവോക്ക് ചെയ്തോ എന്നാണ് ഹരിയുടെ സംശയം. അവളെന്നെ ഉപദേശിക്കാൻ വന്നു. ഞാൻ നല്ലതങ്ങോട്ട് വെച്ചു കൊടുത്തു. എടാ, നീ പൊട്ടനാണോ എന്ന് ഹരിശങ്കർ ചോദിക്കുന്നു. അവളുമായി നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയല്ലേ വേണ്ടത്? അതിനു പകരം അവൾ കോംപ്രമൈസിന് ഇങ്ങോട്ട് വന്നപ്പോൾ നീ മെക്കെട്ട് കയറിയോ? പിന്നെ അവൾ ഫോണിൽ വിളിച്ചെന്നെ ത്രട്ടൺ ചെയ്തു. രോഹി, നിനക്ക് പെൺകുട്ടികളെ ഡീൽ ചെയ്യാനായിട്ട് അറിയത്തില്ല. അവളുമായി കോംപ്രമൈസ് ചെയ്യേണ്ടതല്ലായിരുന്നോ?
ഇതിപ്പോൾ അറിയേണ്ടവരെല്ലാം കാര്യം അറിയുകയും ചെയ്തു. അമ്മ എന്നെ തല്ലിയെന്നും വിഷമത്തോടെ രോഹി ഹരിയോടായി പറയുന്നു. അതും പോട്ടേന്ന് വെക്കാം, പക്ഷേ അമ്മ എൻ്റെ റൂമിൽ വന്നിരുന്നുകൊണ്ട് കരഞ്ഞു. അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാതെ പോയത്. ഇത് കേൾക്കുന്ന ഹരി, നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, എല്ലാം നീ കുളമാക്കും. ഇതിപ്പോ ഞാൻ ആ വീട്ടിലോട്ട് ഇനി വരത്തില്ല കേട്ടോ എന്ന് ഹരി. അച്ഛനും അറിഞ്ഞതാ തോന്നുന്നതെന്ന് രോഹി പറയുമ്പോൾ അനുഭവിച്ചോ എന്ന് കളിയാക്കൽ രൂപേണ ഹരി പറയുന്നു. അവസാനം ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പായി സാരമില്ലടാ, എല്ലാം ശരിയായിക്കൊള്ളുമെന്ന് ഹരി ആശ്വാസവാക്കും പറയുന്നുണ്ട്. ഈ സമയം രേവതിക്കുട്ടിയും ആൻറ്റിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ ഷെറിൻ ചേച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തില്ലല്ലോ എന്ന് ആൻറ്റിയോട് ചോദിക്കുമ്പോൾ, നമ്മൾ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? ഷെറിൻ ചേച്ചി 3 മാസം പ്രഗ്നന്റ് ആയിട്ട് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുമല്ലായിരുന്നോ നമ്മൾ? അതിനുശേഷം ഇപ്പോൾ എത്രയാണ് കഴിഞ്ഞു പോയതെന്ന് രേവതിയോടായി ആൻറ്റി. പക്ഷേ നമ്മളിപ്പോഴും അവിടെ വരെയല്ലേ എത്തിയിട്ടുള്ളൂ. ഷെറിൻ ചേച്ചിയുടെ വയറ്റില് ജിജോ ചേട്ടായിട്ട് ഒരു കുഞ്ഞും. പിന്നെന്താണ് സംഭവിച്ചതെന്ന് നമ്മൾക്ക് അറിയണ്ടേ? എന്താണ് അറിയേണ്ടതെന്ന് ആൻറ്റി ചോദിക്കുമ്പോൾ, ഷെറിൻ ചേച്ചി ആ കുഞ്ഞിനെ നശിപ്പിച്ചോ, അതോ അല്ലെങ്കിൽ അബോർഷൻ നടത്തിയോ, അതുമല്ലെങ്കിൽ പ്രസവിച്ച് ഉപേക്ഷിച്ചോ? നമ്മളത് അറിയണ്ടേ? നമ്മളുടെ ജിജോ ചേട്ടായിട്ട് കുഞ്ഞല്ലേ, എങ്ങനെ അറിയുമെന്ന് ആൻറ്റി ചോദിക്കും. ഫോൺ വിളിച്ച് ചോദിക്കണമെന്നാണ് രേവതി പറയുന്നത്. ഷെറിൻ ചേച്ചിയുടെ നമ്പർ ഉണ്ടല്ലോ കയ്യിൽ. ഇതൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്ന് ആർക്കറിയാം? വർഷം ഇത്രയും ആയില്ലേ. എന്തൊക്കെയായാലും നമ്മൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ് രേവതി പറയുന്നത്. അത് വേണ്ടെന്ന് പറയുന്ന ആൻറ്റി കാരണമായി ഇങ്ങനെ പറയുന്നു. ചിലപ്പോൾ അവൾ വിവാഹം കഴിഞ്ഞ് ഭർത്താവുമായി ദൂരെ എവിടെയെങ്കിലും സുഖമായി താമസിക്കുന്നുണ്ടാവും. എൻ്റെ ആൻറ്റി അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾക്ക് വർത്താനം പറയുന്നതിൽ എന്താണ് തടസ്സം? ഞാനാണ് വിളിക്കുന്നതെന്ന് അറിയുമ്പോൾ അവൾ വിഷമിക്കും. ജിജോമോന്റെ കാര്യമെല്ലാം അവൾക്ക് ഓർമ്മ വരും. ഇതുകൊണ്ട് എന്തിനാണ് വെറുതെ എന്ന് പറഞ്ഞ് ആൻറ്റി കരയുന്നു. കേൾക്കുന്ന രേവതി, ആൻറ്റി വിഷമിക്കണ്ട, ഞാൻ വിളിക്കാം. എന്നാ ശരി, വിളിക്കല്ലേ എന്ന് രേവതിയോട് പറയുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് വരുന്ന അങ്കിൾ, എന്താ ചെയ്യുന്നത്? നിങ്ങൾ ആരെയാണ് വിളിക്കുന്നത്? ഷെറിനെയാണ് വിളിക്കുന്നതെന്ന് പറയുമ്പോൾ, എങ്കിൽ പിന്നെ മൊബൈൽ ഫോണിൽ നിന്ന് വിളിച്ചൂടെ? എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ ഷെറിന് നമ്പർ അറിയാം. അങ്ങനെ അറിഞ്ഞെങ്കിൽ തന്നെ എന്താണ്? അറിയട്ടെ എന്ന് അങ്കിൾ പറയുമ്പോൾ, ഞാനാണ് വിളിക്കുന്നതെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ അവൾ ഫോൺ എടുത്തില്ലെങ്കിലോ? അവളുടെ കല്യാണം കഴിഞ്ഞെങ്കിലും അവൾക്ക് ഫോൺ എടുക്കാൻ പറ്റും. അവളുടെ ഹസ്ബൻഡ് അടുത്തുണ്ടെങ്കിലോ? എന്നാൽ എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുന്ന മാമച്ചൻ പറയും. മാമച്ചൻ്റെ നമ്പരും അവൾക്കറിയാം. അവൾക്ക് അവളെ തന്നെ കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആരെങ്കിലും ഫോൺ എടുത്താൽ മതി. അവളുടെ കല്യാണം കഴിഞ്ഞോ ഇല്ലയോ എന്ന് അത്രമാത്രം അറിഞ്ഞാൽ മതി നമുക്ക്. ഇങ്ങനെ ആള് മാറി വിളിക്കാനാണെങ്കിൽ ഞാൻ തന്നെയാ നല്ലതെന്ന് മാമച്ചനങ്ങൾ സ്വയം പറയുന്നു. കോൾ ചെയ്തെങ്കിലും പക്ഷേ ആ നമ്പർ നിലവിലില്ലെന്നാണ് മറുപടിയായി കേട്ടത്. അങ്ങനെ അവരെല്ലാവരും നിരാശയിലാവുകയാണ്. എന്നാ എൻ്റെ മൊബൈലിൽ നിന്ന് വിളിച്ചു നോക്കുന്ന പറഞ്ഞ് ഗ്രേസി ആൻറ്റി ഫോൺ കൊടുക്കുന്നു. ഇതല്ലേ ഞാൻ ആദ്യം പറഞ്ഞതെന്ന് മാമച്ചനങ്ങളും പറയുന്നുണ്ട്. ഫോണിൽ നിന്ന് വിളിച്ചിട്ടും കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നീ എന്ത് ചെയ്യുമെന്നുള്ള ആൻറ്റിയുടെ ചോദ്യത്തിന് മുമ്പിൽ മാമച്ചനങ്ങളിനോടായി രേവതിക്കുട്ടി ചോദിക്കുന്നു. എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാ, ഇങ്ങനെ പന പോലെ നിൽക്കാതെ. ഇപ്പോൾ മാമച്ചൻ അവരോടായി ഒരു കാര്യം പറയാനായി ഒരുങ്ങുകയാണ്. ഞാനൊരു കാര്യം പറയാം, പക്ഷെ നിങ്ങൾ രണ്ടുപേരും അത് അംഗീകരിക്കണം. പുനലൂർ പത്തനാപുരമല്ലേ ഷെറിന്റെ വീട്? നമ്മൾ പോയിട്ടുള്ളതല്ലേ കല്യാണം ഉറപ്പിക്കാനായി. എന്നാൽ നമ്മൾക്ക് ഒന്നും കൂടി പോകാമെന്ന് മാമച്ചനങ്ങൾ പറയുന്നു. കേട്ട ആൻറ്റി അവിടെ ചെന്നിട്ടിപ്പോൾ എന്തു പറയും? വീടറിയാവുന്നതുകൊണ്ട് ഇതുവഴി പാസ് ചെയ്തപ്പോൾ ജസ്റ്റ് കയറിയതാണെന്ന് പറഞ്ഞാൽ പോരെയെന്ന് മാമച്ചനങ്ങൾ. അതുവഴി പാസ് ചെയ്ത് പോയത് ഏത് സ്ഥലത്തൂടെ പോയപ്പോഴാണെന്ന് അവൾ ചോദിച്ചാൽ എന്തു പറയും? അവിടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞാൽ പോരെ എന്ന് അങ്കിൾ പറയുന്നു. അല്ലെങ്കിൽ ബന്ധുക്കളാരെങ്കിലും, അതായത് അളിയന്റെ അപ്പനോ അങ്ങനെ എന്തെങ്കിലും. വേറെ ആരെയും കണ്ടില്ലല്ലേ എന്ന് രേവതിക്കുട്ടി കളിയാക്കൽ രൂപേണ ചോദിക്കുമ്പോൾ, എങ്കിൽ നിന്റെ വല്യപ്പച്ചനെ കാണാൻ പോവാണെന്ന് പറഞ്ഞാലോ? അത് വലിയ കുഴപ്പമില്ല. എപ്പോഴാണ് പോവേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, നാളെ തന്നെ പോകാമെന്ന് രേവതിക്കുട്ടി പറയും. അവിടെ ചെന്ന് എന്തൊക്കെയാണ് ചോദിക്കേണ്ടതും പറയേണ്ടതും അത് നമ്മൾക്ക് പോകുന്ന വഴി ആലോചിക്കാം. നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് എന്നുള്ളത് അവിടെ ചെന്ന് കഴിയുമ്പോൾ മറന്നു പോകരുതെന്നാണ് രേവതിക്കുട്ടി പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾക്ക് അറിയേണ്ടതെന്ന് ഗ്രേസി ആൻറ്റി ചോദിക്കുമ്പോൾ, നമ്പർ 1, ഷെറിൻ ചേച്ചി കല്യാണം കഴിച്ചെങ്കിൽ ഇപ്പോൾ എവിടെയാണ് താമസം? ഫോൺ നമ്പർ. കേട്ടുനിന്ന മാമച്ചനങ്കിൾ, അപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? അങ്ങനെയാണെങ്കിലും ഒന്നെങ്കിൽ വീട്ടിൽ കാണും, അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കും. അപ്പോഴും അഡ്രസ്സും ഫോൺ നമ്പരും. ഷെറിൻ ഇപ്പോൾ അവിടെ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, അവളോട് എന്ത് ചോദിക്കണം? ആൻറ്റി തന്നെ കൈകാര്യം ചെയ്യണം. നയത്തിൽ വിളിച്ച് മാറ്റി നിർത്തി രഹസ്യമായിട്ട് ചോദിക്കണം, എൻ്റെ മോൻ്റെ കുഞ്ഞിനെ നീ എന്ത് ചെയ്തു മോളെ എന്ന്. അപ്പോൾ ശരിക്കുള്ള ഉത്തരം കിട്ടും. സമയം ബാലചന്ദ്രന്റെ വീട്ടിൽ ഓരോ ജോലികളിലായി ഏർപ്പെട്ടിരിക്കുകയാണ് അലീന. അതേ സമയത്ത് തന്നെ മുത്തശ്ശിയുടെ ഫോണിലേക്ക് കോൾ വരുന്നു. ഞാനെന്ന് മുത്തശ്ശിയോട് ചോദിക്കുമ്പോൾ, നോക്കിക്കേ എന്ന് പറഞ്ഞ് ഫോൺ അവളുടെ നേരെ മുത്തശ്ശി നീട്ടുന്നു. മനുവേട്ടനാണ് വിളിക്കുന്നതെന്ന് നോക്കിയ ശേഷം അലീന പറയുന്നു. അവളെടുത്ത ഉടനെ തന്നെ അലീന, മനുവേട്ട ഇപ്പോൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? മുറിയിലായിരുന്നു. അലീന എവിടായിരുന്നു? ഫോൺ റിങ് ചെയ്തിട്ട് എടുക്കാൻ എത്ര ലേറ്റ് ആയോണ്ട് ചോദിച്ചതാണ്. മറുപടിയായ അലീന,
ഞാൻ ചെറിയൊരു പണിയിലായിരുന്നു. അപ്പോൾ റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും ചെയ്യാതെ കഴിഞ്ഞുകൂടാൻ ഒരു നിവൃത്തിയില്ല മനുവേട്ട. കാര്യം ചെയ്യട്ടെ നിന്നോട്. അങ്കിള് വിചാരിച്ചാൽ നിന്നെ ജോലിയിൽ നിന്ന് മാറ്റി ജ്വല്ലറിയിലോ ടെക്സ്റ്റൈൽസിലോ ഒരു ജോലി ശരിപ്പെടുത്തി തരാൻ പറ്റില്ല. അങ്ങനെ നമുക്കൊന്ന് സംസാരിച്ചാലോ? കേൾക്കുന്ന ലീന, വേണ്ട വേണ്ട, എനിക്ക് പാലാദേശത്ത് പോലും നിൽക്കണ്ട. ഇത് കേൾക്കുന്ന മനു ഞങ്ങളുടെ നാടിനെ അത്രയ്ക്കും വെറുത്തോ? മറുപടിയായ ലീന, വെറുത്തതല്ല, പേടിയാണ്. അതോടുകൂടി എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.